പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്നേ ദിനം എല്ലാ സൃഷ്ടികളോടും ചേർന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ വിനീതരായി നിന്നുകൊണ്ട് ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നും എളിമയോടെ അവിടുത്തെ മുൻപിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരവും വ്യർത്ഥാഭിമാനവും വെടിഞ്ഞ് എളിമയിലും പരസ്നേഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് അവിടുന്ന് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ സമയത്തിനായി ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളെയും ആകുലതകളെയും ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെയും ഞങ്ങളിപ്പോൾ അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്ന തിരിച്ചറിവോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, അലറുന്ന സിംഹത്തെ പോലെ ഞങ്ങളെ ഉന്നം വെച്ച് ചുറ്റി നടക്കുന്ന പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. പ്രത്യാശയോടെ ഞങ്ങൾ എല്ലാ മക്കളെയും ഇന്നേ ദിനം ഈ പ്രാർത്ഥനയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ദുഷ്ടൻ്റെ കെണികളിൽ വീഴാതെ ഞങ്ങളെ എല്ലാവരെയും അമ്മ കാത്തുകൊള്ളണമേ. വിശ്വാസികൾ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധവും മാതൃകാപരവുമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ആത്മാഭിഷേകം നൽകി ഞങ്ങളെല്ലാവരെയും, പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈ കാലങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നുപോയ എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്ത വിധത്തിലുള്ള ജീവിത രീതികൾ പിന്തുടരുന്ന ക്രൈസ്തവ മക്കളെയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയോടെ എല്ലാവരെയും അവിടുത്തെ സ്നേഹത്താൽ വീണ്ടെടുക്കണമേ. നല്ല ദൈവമേ, ശത്രുവിൻ്റെ ചതിക്കുഴികളിൽ വീഴാതെ ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അവിടുത്തെ തിരുരക്തക്കോട്ടയിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, ഓരോ ദിവസവും പുതുമ നിറഞ്ഞ അവിടുത്തെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. പിശാചിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാ മാതാവേ, പൈശാചിക ബന്ധനങ്ങളിൽ വീഴാതെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഏറ്റവും പ്രത്യേകമായി എല്ലാ യുവതി യുവാക്കളെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കണമേ. കൃപാസനം പ്രസാദവര മാതാവേ, എല്ലാ സന്തോഷത്തിലും എല്ലാ വെല്ലുവിളികളിലും ഞങ്ങൾ അമ്മയുടെ മാതൃമധ്യസ്ഥതയെ ആശ്രയിക്കുന്നു. അമ്മ ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, അടിയന്തരമായ അത്ഭുതം ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ നന്മയുടെ കരങ്ങൾ നീട്ടണമേ. ഏകാന്തത അനുഭവിക്കുന്ന രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും നിരാശജനകമായ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നവരെയും അനുകമ്പയോടെ നോക്കണമേ. ദൈവഹിതപ്രകാരം അവർക്കാവശ്യമായ കൃപയും ആശ്വാസവും നൽകണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ. ഞങ്ങൾ അമ്മയുടെ മാതൃക പിന്തുടരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം സന്തോഷത്തോടെ നിറവേറ്റുവാനിടയാകട്ടെ. പരിശുദ്ധ മാതാവേ,
ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവിക കൃപയുടെ അമ്മയായ പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധമായ പരിവർത്തനത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കട്ടെ. ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ക്ഷമിക്കപ്പെടുന്നത് പോലെ ക്ഷമിക്കുന്നതിനും പുണ്യത്തിൽ വളരുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ദുഃഖിതയായ മാതാവേ, കുരിശിൻ്റെ ചുവട്ടിൽ മകൻ്റെ വേദന അമ്മ പങ്കുവെച്ചു. ഭാരിച്ച ഭാരങ്ങൾ ചുമക്കുന്ന ഞങ്ങളെയും മറികടക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. നികത്താനാവാത്ത നഷ്ടം സഹിക്കുന്നവർക്കൊപ്പം അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ കരങ്ങൾ വർഷിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും സത്യത്തിൻ്റെയും നീതിയുടെയും വഴികളിൽ നയിക്കണമേ. വിശ്വസ്തരെ അവരുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ വെല്ലുവിളികളെ നേരിടുവാനും വിശുദ്ധിയെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹനിധിയായ അമ്മേ, എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും ഭിന്നതകളും നേരിടുന്നവരെ അമ്മയുടെ മാതൃനോട്ടങ്ങളാൽ പരിപാലിപ്പിക്കണമേ. ഞങ്ങൾക്കാവശ്യമായ അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപ നൽകണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും എപ്പോഴും വസിക്കണമേ. അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ പരിശുദ്ധ ത്രിത്വവുമായി സഹവസിക്കുവാനിടയാകട്ടെ. എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളിലുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിനും ഭൂമിയിൽ അവൻ്റെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഞങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. രക്ഷയുടെ സന്തോഷവും അങ്ങേ പുത്രന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനവും ഞങ്ങൾ അനുഭവിക്കുന്നതിന് പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ മാതൃസംരക്ഷണം എല്ലായ്പ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളെല്ലാവരെയും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ പൊതിയണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.